നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് മുൻപ് എയർ ഇന്ത്യക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ട്. മുന്നറിയിപ്പ് വിമാനങ്ങളുടെ അടിയന്തര സംവിധാനങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ സർവീസ് നടത്തരുത്. നിരവധി അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ധു തുടർന്ന് ഭാരതം. കൂടുതൽ വിമാനങ്ങൾ ഇറാനിലെ മഷ്ഹാദിലേക്ക്. ആദ്യ വിമാനം ഇന്ന് രാത്രിയോടെ ഡൽഹിയിൽ. കോൺഗ്രസിനെ വീണ്ടും വെല്ലുവിളിച്ച് ശശി തരൂർ. 2 ആഴ്ചത്തെ വിദേശ പര്യടനം. യാത്രാ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ. ആക്രമണം അവസാനിപ്പിക്കാൻ ഭാരതത്തോട് കേണപേക്ഷിച്ചതായി പാക് ഉപപ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. അപേക്ഷിച്ചത് വ്യോമത്താവളങ്ങൾ സമ്പൂർണ്ണമായി തകർത്തതോടെയെന്നും ഇഷക് ദാർ. മണിപ്പൂരിൽ ചൈനീസ് ബന്ധമുള്ള 7 ഭീകരർ അറസ്റ്റിൽ. പിടികൂടിയത് നിരോധിത സംഘടനകളിൽ ഉൾപ്പെട്ടവർ. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് ഭീകരവേട്ട. കാങ്കറിൽ ഒരാളെ വധിച്ചു. ഇറാന്റെ ആക്രമണ ശ്രമം തകർത്തെറിഞ്ഞ ഇസ്രയേൽ. പരാജയപ്പെടുത്തിയത് ബേർബെബയിലെ മിസൈൽ ആക്രമണം. ഇറാൻ നടത്തിയത് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. വാർത്തയിലേക്ക്. അശാന്തം പശ്ചിമേഷ്യ. ഇറാനിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ഇസ്ഫഹാനിലും ടെഹ്റാനിലും മിസൈൽ റഡാർ സംവിധാനങ്ങൾ തകർത്തു. ബേർബെഷാറിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം തകർത്തുള്ള ഇസ്രയേൽ. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനാണ് ഇറാൻ ശ്രമിച്ചത്. ഇവരുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അതിശക്തമായ ആക്രമണം തന്നെയാണോ ഇറാനുമേൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളടക്കം തകർന്ന ഒരു സാഹചര്യവുമാണോ? തീർച്ചയായും സുരേഷ്, ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആക്രമണ സംവിധാനങ്ങളും എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന റഡാർ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിവേഗം സഞ്ചരിക്കുന്ന മിസൈലുകളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും അതിൻ്റെ പ്രിസൈസ് ലൊക്കേഷനുകളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഇത്തരം റഡാർ സംവിധാനങ്ങളിലൂടെയും അനുബന്ധ സംവിധാനങ്ങളിലൂടെയുമാണ്. ഈ സംവിധാനങ്ങൾ തന്നെയാണ് ഒരു പ്രതിരോധ സംവിധാനമായും പ്രവർത്തിക്കുക. അതായത് തങ്ങൾക്കെതിരെ വരുന്ന ഏത് രാജ്യത്തിനും അതിനെതിരെ വരുന്ന വിമാനങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനും കൃത്യമായി പ്രതികരിക്കാനുമുള്ള സംവിധാനം ഒരുക്കുകയും ഇതേ റഡാർ സംവിധാനങ്ങളിലൂടെ തന്നെയായിരിക്കും. ഈ റഡാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിനും ഇസ്രായേലിൻ്റെ സ്വതന്ത്രമായ വിഹാരം ഇറാൻ്റെ വ്യോമ മേഖലയിൽ നടത്തുന്നതിനും, അതായത് ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ നിരീക്ഷണം ഇറാൻ്റെ വിമാനങ്ങൾക്ക് നടത്തുന്നതിനും ആവശ്യമെങ്കിൽ ആക്രമണം നടത്തുന്നതിനുമുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നതായിരുന്നു കൃത്യമായ സ്ട്രാറ്റജി. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ റഡാർ സംവിധാനങ്ങളെയും അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്നൊരു നീക്കം നടത്തിയത്. അത്തരത്തിൽ തകർക്കുന്നൊരു നീക്കം നടത്തിയതിന് പിന്നാലെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം അറിയുന്നത് പോലെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് അതിനായി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ആ ആക്രമണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം പശ്ചാത്തല സൗകര്യങ്ങൾ, അതായത് നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അത്തരം തകർക്കുന്ന സംഭവങ്ങളാണ്. വിമാനത്തിൽ നിന്ന് തന്നെയുള്ള ഏരിയൽ ഡാറ്റാഗ്രാഫിയുടെ എല്ലാം തന്നെ ഭാഗമായി ചെയ്യുന്ന ചില നടപടികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന. അതുപോലെ തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ബീർഷെബ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് വീണ്ടും ലക്ഷ്യം വയ്ക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ മിസൈലുകളെ നിർവീര്യമാക്കുന്നതിനും കൃത്യമായി നടപടികൾ സ്വീകരിക്കുന്നതിനും സാധിച്ചു എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമായി തന്നെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ആക്രമണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുകയും ഇറാൻ്റെ ആണവായുധ ശേഷിയും അതുപോലെ തന്നെ തിരിച്ചടിക്കാനുള്ള മറ്റു ആയുധ ശൈലികൾ കൊണ്ട് തിരിച്ചടിക്കാനുള്ള ശേഷിയും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വൻ വിജയമായി മാറിയിരിക്കുന്നതും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിന്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഭാരതീയരെ തിരിച്ചെത്തിക്കാൻ 3 പ്രത്യേക വിമാനങ്ങൾ തയ്യാറായി.
മഷ്ഫാദിൽ നിന്നും ഭാരതീയരെ കൊണ്ടുവരും. ആദ്യ വിമാനം ഇന്ന് രാത്രി 11:15 ഡൽഹിയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. നിലവിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുന്നതിനായി ഇറാൻ അവരുടെ വ്യോമപാത തുറന്നു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാൻ വ്യോമപാത തുറന്നു നൽകിയിരിക്കുന്നു. ഇസ്രയേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന വ്യോമപാതയാണ് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഇറാൻ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. ആ പ്രദേശത്ത് വളരെയധികം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച്, ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് വ്യോമപാത തുറന്നത്. 3 പ്രത്യേക വിമാനങ്ങൾ ഇന്ത്യ ഇറാനിലേക്ക് അയച്ച് അവിടെ നിന്നും പൗരന്മാരെ കൊണ്ടുവരുന്നുണ്ട്. 3 പ്രത്യേക വിമാനങ്ങളാണ്. അതിൽ മഷ്ഹാദിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യ വിമാനം ഇന്ന് രാത്രി 11:15 ഡൽഹിയിൽ എത്തിച്ചേരും എന്ന് ഇപ്പോൾ വിവരം പുറത്തുവരുന്നു. 1000 ഇന്ത്യക്കാരെ ടെഹ്റാനിൽ നിന്നും മഷ്ഹാദിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇറാൻ്റെ എല്ലാവിധ സഹകരണവും ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഡൽഹിയിൽ നിന്നും. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നേരിട്ടിടപെടുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ്. US സെക്രട്ടറി മാർക്കോ റൂബിയോ ഓസ്ട്രേലിയ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതി തകർക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ഭാഗമാകുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം പുറത്തുവന്നത്. ഓസ്ട്രേലിയ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും മാർക്കോ റൂബിയോ ചർച്ച നടത്തിയിരുന്നു. തുടർ ചർച്ചകൾക്ക് 2 ആഴ്ച വരെ സാധ്യതയുണ്ടെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി കൂടിക്കാഴ്ച നടത്തും. ആണവായുധ പദ്ധതികളിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുകയാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തിന്റെ തകർച്ച കേവലം ലക്ഷ്യം മാത്രമല്ല, അത് സംഭവിക്കുക തന്നെ വേണമെന്നും അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കാൻ ഇസ്രായേലിനാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. പകുതിയോളം ഇറാൻ ആണവ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായി ഇസ്രയേൽ അറിയിച്ചു. ഇറാനെ ആക്രമിക്കാൻ ട്രംപ് രഹസ്യ അംഗീകാരം നൽകിയതായുള്ള സൂചനകളും പുറത്തുവന്നിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായാൽ മാത്രം ആക്രമണത്തിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്നാണ് വിവരങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വ്യോമത്താവളങ്ങൾ സമ്പൂർണ്ണമായി തകർത്തതോടെ വെടിനിർത്തലിന് കേൺ അപേക്ഷിച്ചെന്ന് പാക് ഉപപ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഉപപ്രധാനമന്ത്രി ഇഷക് ദാറിൻ്റേതാണ് വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ സൈനിക നീക്കം അവസാനിപ്പിച്ചാൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ജയശങ്കറും അറിയിച്ചു. മധ്യസ്ഥതയ്ക്ക് സൗദി അറേബ്യയെ സമീപിച്ചുവെന്നും ദാർ തുറന്നു പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ദാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? അതിശക്തമായ ഭാരതത്തിന്റെ പ്രത്യാക്രമണം തടുത്തു നിർത്താൻ കെൽപ്പില്ലാതെ അവസാനം കേൺ അപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരുന്നു, അല്ലേ? അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് സുരേഷ്. നമുക്കറിയാവുന്നതാണ്, ഈ ആക്രമണങ്ങളെല്ലാം നടക്കുകയും അതിശക്തമായ ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്, നാവികസേനയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ കീഴടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയത്. അല്ലെങ്കിൽ അത്തരത്തിൽ വിട്ടുവീഴ്ചാപരമായ ഒരു നീക്കത്തിലേക്ക് മുൻകൈ എടുക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയത് എന്ന് തന്നെയാണ് ഇഷക് ദാർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ അതിശക്തമായി തുടർന്നൊരു സാഹചര്യത്തിൽ 2 സുപ്രധാനമായ വ്യോമത്താവളങ്ങൾ തകർത്തെറിയാൻ ഭാരതത്തിൻ്റെ സൈന്യത്തിന് സാധിച്ചു. ഭാരതത്തിൻ്റെ വ്യോമസേന കാര്യത്തിൽ വൻതോതിൽ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റു സാഹചര്യങ്ങളില്ലാതെ, മറ്റു രക്ഷാമാർഗങ്ങളില്ലാതെ ഇത്തരത്തിൽ വെടിനിർത്തലിലേക്ക് നീങ്ങാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭാരതത്തോട് സംസാരിക്കാനുള്ളൊരു തീരുമാനമുണ്ടായത്. ഇതിൻ്റെ ഭാഗമായി ഭാരതത്തോട് സംസാരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് പല രീതിയിലുള്ള മാധ്യസ്ഥത്തിനാണ് ആദ്യം ശ്രമിച്ചത്. അമേരിക്കയെയും അതുപോലെ തന്നെ സൗദി അറേബ്യയും എല്ലാം തന്നെ ഇക്കാര്യത്തിന് ശ്രമിച്ചുവെങ്കിലും അവരൊന്നും മാധ്യസ്ഥത്തിന് തയ്യാറാവില്ല എന്ന ഒരു നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തു. സൗദി അറേബ്യ അറിയിച്ചത് നേരിട്ട് ചർച്ച ചെയ്യുന്നത് പ്രായോഗികമായിരിക്കുമെന്ന ഒരു നിലപാടാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും ആ രീതിയിൽ പോവുകയും
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയും സ്വാഭാവികമായും പിന്നീട് അങ്ങോട്ട് നമ്മൾ നേരത്തെ കേട്ട വാർത്തകളിലെ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അതായത് ഈ ഹോട്ട്ലൈൻ ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഈ വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ സംസാരിച്ച് ഹോട്ട്ലൈൻ ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നേരിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുകയും അന്തിമമായി യുദ്ധം നിർത്തിവെക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇത്തരമൊരു നീക്കം നടക്കുകയായിരുന്നു സംഭവിച്ചത് എന്നും ആ സംഭവിച്ചതിൽ മറ്റു മാധ്യസ്ഥങ്ങളില്ല എന്നും വളരെ കൃത്യമായി ഇഷക് ധാറും പറയുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായുള്ള സംഭാഷണ വേളയിലും ഇത്തരത്തിലുള്ള മാധ്യസ്ഥ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തെ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള സംഭാഷണം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഇഷക് ധാറിൻ്റെ വാക്കുകളിൽ നിന്നും ഒന്നുകൂടി ആവർത്തിക്കപ്പെടുന്നത് എന്നതാണ് പ്രത്യേകത. തീർച്ചയായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അവർ കീഴടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ അവരൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ വന്ന് ഭാരതത്തോട് ആവശ്യപ്പെടുകയായിരുന്നു വെടിനിർത്തൽ. അതൊരു നിസ്സഹായാവസ്ഥയുടെ ഭാഗമായിട്ടായിരുന്നുവെന്ന് ഓപ്പണായി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു എന്നാണ് സവിശേഷമായ ഒരു സാഹചര്യമായി ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോകളിൽ ഉൾപ്പെടെ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. ഒഡീഷ സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷ പരിപാടിയിലും പ്രധാനമന്ത്രി സംബന്ധിച്ചു. നാളെ യോഗാ ദിനത്തിൽ വിശാഖപട്ടണത്താണ് നരേന്ദ്രമോദി പങ്കെടുക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നിരവധി വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ചത്. മറ്റു വിവരങ്ങളും. ബീഹാറിലും ഒഡീഷയിലുമായി വിവിധ വികസന പദ്ധതികൾക്കാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുള്ളത്. ആദ്യം ബീഹാറിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. അവിടെ പാട്ലിപുത്ര മുതൽ ഖൊരഗ്പൂർ വരെയുള്ള പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. ശേഷമാണ് ഭുവനേശ്വറിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. അവിടെ ഭുവനേശ്വറിൽ ഒഡീഷയുടെ BJP സർക്കാരിൻ്റെ 1ാം വാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അദ്ദേഹം BJP സർക്കാരിനെ, ഒഡീഷയിലെ സർക്കാരിനെ വിശേഷിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ജനപ്രിയ സർക്കാരായി മാറാൻ ഒഡീഷയിൽ BJP സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ ഭുവനേശ്വറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നത് ജനങ്ങൾക്ക് മോദി നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പൂർണ്ണമായും പാലിച്ചിരിക്കും. നേരത്തെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വിഘടനവാദ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്ത് കേവലം 20 ജില്ലകളിൽ മാത്രമാണ് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. ഉടൻ തന്നെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും മാവോയിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കും. അത് മോദിയുടെ ഉറപ്പാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ ഇന്ന് ഉൾഗ്രാമങ്ങളിൽ പോലും വികസനം എത്തിക്കാൻ, ഉൾഗ്രാമങ്ങളിലെ ജനങ്ങളെപ്പോലും വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മുൻപ് ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതാണ് മാവോയിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിഘടനവാദ സംഘടനകൾ മുതലെടുക്കുകയും അവരെ ഇത്തരത്തിൽ വിഘടനവാദ ആശയത്തിലേക്ക് സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻപ് രാജ്യം ഭരിച്ചവർ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും വനവാസികളെയും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും എന്നാൽ യാതൊരു തരത്തിലുമുള്ള വികസന പദ്ധതികളും അവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല എന്ന കുറ്റപ്പെടുത്തൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മുൻ സർക്കാരുകളെ വിമർശിക്കുകയും ഒപ്പം മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമാണ് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ഭുവനേശ്വറിൽ ഒഡീഷയിൽ ബോധ് ജില്ലയിലേക്കുള്ള റെയിൽ പാത കണക്ടിവിറ്റി അത് കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബോധ് മേഖലയിലേക്കുള്ള പുതിയ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ബീഹാറിലും ഒഡീഷയിലുമായി ഇന്ന് വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നിർവഹിച്ചു. നാളെ വിശാഖപട്ടണത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനം നിലവിൽ വന്നിട്ട് ഐക്യരാഷ്ട്രസഭ അത്തരത്തിലൊരു ദിനം പ്രഖ്യാപിച്ചിട്ട് 10 വർഷം കൂടി പിന്നിടുകയാണ്. കഴിഞ്ഞൊരു പതിറ്റാണ്ട് എന്നുള്ളത് യോഗ വെറും വ്യായാമം മാത്രമല്ല, അതൊരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മീയതയും സ്പർശിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുന്നൊരു ദിനചര്യയായി മാറുന്നു എന്നുള്ളതാണ് ലോകം കണ്ടിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിന് നൽകിയിട്ടുള്ള വിലമതിക്കാനാകാത്ത സംഭാവന എന്ന് നമുക്ക് യോഗയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഐക്യരാഷ്ട്രസഭ ജൂൺ 21 യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. അത്തരത്തിൽ പ്രഖ്യാപിക്കുകയും യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നാളെ 11ാമത് യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാഖപട്ടണത്ത് എത്തുന്നത്. KP. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ശശി തരൂർ വീണ്ടും വിദേശത്തേക്ക്. 2 ആഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിനാണ് പുറപ്പെടുന്നത്. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് യാത്ര. ഇവരുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര. കാരണം കുറേ ദിവസങ്ങളായി, മാസങ്ങളോളം ആ ഒരു ശീതസമരം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ഈ സന്ദർശനത്തിൻ്റെ യാത്രയുടെ വിശദാംശങ്ങൾ കൂടി. വളരെ രസകരമായ രാഷ്ട്രീയം ശശി തരൂർ ഇപ്പോൾ പയറ്റുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നേരത്തെ ഒരു 3 മാസം മുമ്പ് ശശി തരൂർ രാഹുൽ ഗാന്ധിയെ കണ്ട സമയത്ത് കൊടുത്ത ഉറപ്പ് പാർട്ടിക്ക് വിരുദ്ധമായി പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്തെ നയിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുന്ന തരത്തിൽ എന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വളരെയധികം ഇന്ത്യയുടെ സ്റ്റാൻഡ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശശി തരൂരിന് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചു വന്ന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും കാണാൻ സമയം തേടുകയും ചെയ്തു. ഇരുവരെയും കണ്ട് പിന്നെയും ഒരു മഞ്ഞുരുക്കത്തിലേക്കാണോ എന്ന് തോന്നിച്ചിടത്താണ് ഇപ്പോഴിതാ ശശി തരൂർ വീണ്ടും പറക്കാനൊരുങ്ങുന്നു വിദേശ രാജ്യങ്ങളിലേക്ക്. അത് ഒഫീഷ്യൽ സന്ദർശനമാണ് അദ്ദേഹത്തിൻ്റേത്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് അദ്ദേഹം യാത്ര നടത്താൻ പോകുന്നത്. 2 ആഴ്ച നീളുന്ന വിദേശയാത്രയാണ് ശശി തരൂരിന് നിശ്ചയിച്ചിട്ടുള്ളത്. UK, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം സന്ദർശനം നടത്താൻ പോകുന്നത്. നയതന്ത്ര കൂടിക്കാഴ്ചകളും ഈ യാത്രയുടെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുകയും കോൺഗ്രസ് അതിനെ അതിശക്തമായി എതിർക്കുമ്പോഴും അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം തുടർന്നും പയറ്റുകയാണ് ശശി തരൂർ. പക്ഷേ ഇതിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് തൽക്കാലം ഇതിനോട് പ്രതികരിക്കേണ്ട എന്നുള്ളതാണ്. പ്രതികരിച്ചാൽ അതും ശശി തരൂർ ആയുധമാക്കാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ട്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. യോഗാ ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെത്തി. രാജ്നാഥ് സിംഗ് സംസാരിക്കുകയാണ് തത്സമയം. तब आप जागते हैं, जब देश त्योहार मनाता है तब आप सीमाओं पर तैनात रहते हैं. जब बर्फ गिरती है तो आप हिमवीर बनकर अडिग खड़े रहते हैं. जब दुश्मन गोले बरसाता है तो आप सीना तान कर खड़े रहते हैं. बड़ा खाना आपको यह याद दिलाने का मैं मानता हूँ एक अवसर भी है कि देश आपको भूला नहीं है. यह राष्ट्र आपकी तपस्या का ऋणी है. मुझे यह पता है कि कई बार ऐसी स्थिति आती है कि त्योहारों, जन्मदिनों और पारिवारिक अवसरों पर आप अपनी ड्यूटी से किसी भी सूरत में विचलित नहीं होते. कई बार ऐसा होता है आपके बच्चे पेरेंट्स टीचर मीटिंग में अकेले जाते हैं. कभी आपकी पत्नी किसी राशन की दुकान पर या अस्पताल जाते हुए आपकी कमी महसूस करती है. रिश्ता यह भावनाओं का रिश्ता है. साथियों, मैं जानता हूँ कि आपकी वर्दी में शौर्य के साथ साथ एक मौन त्याग भी छिपा हुआ है. त्याग जो हर उस जन्मदिन पर होता है जब आप अपने बेटे बेटियों के पास नहीं होते हैं. त्याग जो हर उस दिवाली पर होता है जब घर के दीपकों की जगह आपके सामने बंकर की लाइट जल रही होती है. त्याग जो हर उस क्षण में होता है जब आपका बच्चा स्कूल में कहता है कि पापा ड्यूटी पर हैं. ऐसे अनेक अकेलेपन के अवसर आपकी जिंदगी में आते रहते हैं. देश के नागरिक इन भावनाओं को महसूस करते हैं और मैं आपका रक्षा मंत्री होने के नाते आपके इस अदृश्य त्याग का शीश झुकाकर अभिनंदन करता हूं. आप सिर्फ सीमा की रक्षा नहीं कर रहे हैं, आप भारत की भावनाओं की भी रक्षा कर रहे हैं. भारत के मान, सम्मान और स्वाभिमान की आप रक्षा कर रहे हैं. साथियों, यह आपके हौसले, आपकी ताकत और आपके संकल्प का ही परिणाम है कि आज भारत की नीति बदल चुकी है. एक समय था जब हम आतंकवाद का शिकार होते थे और दुनिया से हम सहानुभूति मांगते थे, लेकिन आज हम आतंक को उसकी भाषा में जवाब देने की कुव्वत रखते हैं. ऑपरेशन सिंदूर उसका सबसे ज्वलंत उदाहरण है. जिस तरह से हमारी आर्म्ड फोर्सेस और खुफिया तंत्र ने मिलकर सीमा पार स्थित आतंकियों के अड्डों को तबाह किया है,
उसने सिर्फ आतंकियों को नहीं बल्कि उनके सरपरस्तों को भी यह संदेश दे दिया है कि यह नया भारत है जो आतंक के किसी भी स्वरूप का जोरदार प्रतिकार करेगा, किसी भी सीमा तक जाकर प्रतिकार करेगा। यह सिर्फ एक सैन्य कार्रवाई नहीं थी, यह एक चेतावनी थी सीमा पार बैठे आतंकियों को और उनसे भी ज़्यादा उनके पालने वालों को। और मैं स्पष्ट करना चाहूँगा, ऑपरेशन सिंदूर अभी समाप्त नहीं हुआ है, ऑपरेशन सिंदूर स्थगित है। यह संदेश भी मैं अपने पड़ोसी देश को देना चाहता हूँ। आप सब में से कई सैनिक ऐसे होंगे जिन्होंने इस ऑपरेशन में डायरेक्ट या इनडायरेक्ट, कई सैनिकों से अभी अभी मैं मिला भी हूँ, किसी न किसी रूप में आपने भाग लिया होगा। लॉजिस्टिक्स, संचार, सपोर्ट या फिर सीधे मैदान में। इसलिए आज इस बड़ा खाना में जब आप खाना खाएं तो यह जान लें, यह उस जीत की थाली भी है, यह उस जीत की थाली भी है जिसमें हमारी गरिमा, हमारी जवाबदेही और हमारा आत्मविश्वास परोसा गया है। साथियों, आज मैं खास तौर पर उन लोगों का धन्यवाद करना चाहता हूं जो इस बड़ा खाना के पीछे हैं, हमारे कुक, हमारे हेल्पर्स और किचन के साथी। ये लोग भी एक साइलेंट वॉरियर भी हैं। साथियों, सर्दी का मौसम हो, गर्मी का मौसम हो, हर स्थिति में लोग हजारों की संख्या में जवानों के लिए भोजन तैयार करते हैं। भोजन जो हम सभी के जीवन का महत्वपूर्ण अंग है। ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രാജ്യം രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.